വളരെ വലിയ വിജയമാണ് ജനങ്ങൾ തനിക്ക് നൽകിയതെന്നും സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ഇനി നിലമ്പൂരിന്റെ യശസ്സുയർത്താൻ നേതൃത്വം നൽകുമെന്നും നിയുക്ത MLA ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന ആശയമാണ് നിലമ്പൂർ ബൈപ്പാസ് റോഡ്. ഇനിയുള്ള കാലങ്ങളിൽ അതിന് പ്രാമുഖ്യം നൽകും. അതുപോലെ കഴിഞ്ഞ 9 വർഷമായി മൃതാവസ്ഥയിൽ കിടക്കുകയാണ് നിലമ്പൂരിലെ KSRTC ബസ് ടെർമിനൽ. അതിന്റെ തുടർകാര്യങ്ങൾ പൂർത്തീകരിക്കണം. ജില്ലാ ആശുപത്രിയുടെയും ഗവൺമെന്റ് കോളേജിന്റെ തുടർ പ്രവർത്തനങ്ങളും എക്കാലത്തെയും സ്വപ്നമാണ്. നിലമ്പൂർ വനമേഖലയിലെ വന്യമൃഗശല്യം കുറച്ചുകൊണ്ടുവരാൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അതിനായി സർക്കാർ ഭാഗത്തുനിന്നും സഹകരണമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇത്തരം കാര്യങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി കാര്യങ്ങൾ സംയോജിതമായി പൂർത്തിയാക്കും. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമാണ് ഈ വിജയം. ഇതിനെല്ലാം പുറമെ ജനങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ അവരുടെ അധികാരം പ്രയോഗിച്ചു. എല്ലാം കൂടിയായപ്പോഴാണ് ഇത്രയും വലിയ വിജയം നേടാനായത്. നിലമ്പൂരിൽ തന്നെ ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വിവിധ തലത്തിൽ കർഷകരെ, ടൂറിസം ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നവരെ, അവിടെയുള്ള ആദിവാസി വിഭാഗങ്ങളെ, അവിടെയുള്ള ഈ മര ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ, റബ്ബർ അധിഷ്ഠിത പ്ലാന്റേഴ്സിനെ, ഇവരൊക്കെ ചേർത്തുകൊണ്ട് അവരൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സായി ഇരുത്തിക്കൊണ്ട് അവരെയൊക്കെ വെച്ചുകൊണ്ട് ഒരു വിപുലമായ പദ്ധതി നിലമ്പൂരിന് വേണ്ടി ഉണ്ടാക്കണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഹായിച്ചാൽ, സഹകരിച്ചാൽ നിലമ്പൂരിനെ ഒരു നല്ല നിലമ്പൂരിന് വേണ്ടിയുള്ള ഒരു ബൃഹത്തായ ഒരു പദ്ധതി രൂപീകരിക്കണമെന്നതാണ് ആഗ്രഹമുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അത് ഫണ്ട് അനുവദിച്ച് കിട്ടിയാൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫണ്ട് അനുവദിച്ച് കിട്ടിയാൽ, ഫണ്ട് അനുവദിച്ചു എന്ന ഫ്ലെക്സിൽ മാത്രമാണ് നമ്മൾ ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് കാണുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപും നമ്മൾ കണ്ടത് 212 കോടിയോ 228 കോടി അനുവദിച്ചു എന്നാണ്. അത് യഥാർത്ഥത്തിൽ അനുവദിച്ചോ, എന്തായാലും അവസ്ഥ എന്ന് നമ്മളത് പരിശോധിച്ചാലാണ് മനസ്സിലാവുന്നത്. അതിനുവേണ്ടി അടിയന്തരമായി അത്തരം കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരുമായി യോഗം ചേർന്ന് അത്തരം കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക, എന്താണ് ഇന്ന് നിലമ്പൂരിന്റെ അവസ്ഥ, എത്ര പദ്ധതികൾ പാസ്സായതുണ്ട്, ഇനി എത്ര പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട്, എത്ര പദ്ധതികൾക്ക് ഇനി നമുക്ക് തരാൻ സർക്കാരിന് കഴിയും എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണയോടുകൂടി മുന്നോട്ട് പോകാനാണ്. അതിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് PV അൻവർ തന്നെക്കുറിച്ച് വ്യക്തിപരമായ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ വ്യക്തിപരമായ അത്തരം പരാമർശങ്ങൾക്ക് മറുപടി പറയേണ്ടെന്നാണ് തന്റെ എക്കാലത്തെയും നിലപാട്. ഇന്ത്യ മുന്നണിയുടെ വിശാലമായ ആശയങ്ങളെ സഹായിക്കാൻ മുൻപോട്ട് വരുന്നവരെ പിന്തുണയ്ക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ജമാഅത്ത് ഇസ്ലാമി ആദ്യമായിട്ടല്ല UDFന് വോട്ട് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി വയനാട് 2 തവണ മത്സരിച്ചപ്പോഴും 2024 പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായപ്പോഴും ജമാഅത്ത് ഇസ്ലാമി UDFന് പിന്തുണ നൽകിയിട്ടുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത ചോദ്യങ്ങളാണ് ഇപ്പോൾ CPM UDFന് നേരെ ഉയർത്തുന്നത്. അത് വിരോധാഭാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ആരുമായിട്ടും നിലമ്പൂരിന് വേണ്ടി, നിലമ്പൂരിന്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി ആരുമായും സഹകരിക്കാൻ തയ്യാറാണ്. ആരുമായും അല്ല, ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമി ആദ്യമായിട്ടല്ല നിലമ്പൂര് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന UDFന്റെ സ്ഥാനാർത്ഥിക്ക്. 2019 രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തു, പരസ്യമായ പ്രചരണ രംഗത്തുണ്ടായിരുന്നു. 2024 രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിച്ചപ്പോൾ നിലമ്പൂരിലൊക്കെ പരസ്യമായ പ്രചരണ രംഗത്തുണ്ട്. 2024 പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും പരസ്യമായ പ്രചരണ രംഗത്തുണ്ട്. അന്നൊന്നുമില്ലാത്ത ഒരു ചോദ്യം ഇപ്പോ ഇടതുപക്ഷം ചോദിക്കാൻ കാരണം എന്താന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അപ്പോ ജമാഅത്തെ ഇസ്ലാമി പിന്തുണക്കുന്നത് വ്യക്തിയല്ല, ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ, അല്ലെങ്കിൽ UDF മുന്നോട്ട് വെക്കുന്ന ആശയത്തെ, അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയത്തെയാണ്. ഈ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ പിന്തുണക്കുന്ന ആരുമായും സഹായിക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറാണ്. UDF മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ആര് സഹായിക്കാൻ തയ്യാറായാലും അവരുമായി സഹകരിക്കാൻ. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.